KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷി സേവ്യറാണ് നമ്മോടൊപ്പമുള്ളത്. ഇന്നിപ്പോൾ ആലപ്പുഴ ജില്ലയിലെ പാദപൂജ നടന്ന സ്കൂളിലേക്കാണ് KSUവിൻ്റെ ഒരു വലിയ പ്രതിഷേധം നടന്നത്. പ്രവർത്തകർ പോലീസ് തമ്മിൽ വാക്കുതർക്കമുണ്ടായി, ഉന്തും തള്ളുമുണ്ടായി. ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട പാത അത് ഉപരോധിച്ചുകൊണ്ട് KSU പ്രവർത്തകർ സമരം നടത്തി. എന്താണ് ഇനിയിപ്പോൾ തുടർന്നുള്ള സമരങ്ങൾ എങ്ങനെയായിരിക്കും? സമരത്തിന്റെ തുടക്കം മാത്രമാണ്. കാരണം കേരളത്തിന്റെ ക്യാമ്പസുകളെ വലിയ രീതിയിലേക്ക് വർഗീയവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ട് RSSന്റെ തീവ്രമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണ്. അതിനെ കണ്ടില്ല എന്ന് നടിക്കുകയാണ് കേരളത്തിന്റെ സർക്കാർ. ഒരു വാചകം കൊണ്ടോ ഞങ്ങളിതിൽ സമഗ്രാന്വേഷണം നടത്തുമെന്ന് ശിവൻകുട്ടി മിനിസ്റ്റർ പറഞ്ഞതുകൊണ്ടോ മാത്രം കാര്യമില്ല. കഴിഞ്ഞ കുറേയേറെ നാളുകളായി കേരളത്തിലെ പല ക്യാമ്പസുകൾ, സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് RSSന്റെ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ സ്ലീപ്പർ സെല്ലുകളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി അതിനെ കടിഞ്ഞാണിട്ട് പൂട്ടാൻ ഇവിടുത്തെ കേരളത്തിന്റെ സർക്കാർ തയ്യാറാകണമെന്ന് KSU ആവശ്യപ്പെടുകയാണ്. തോരാതെ ഇവിടെ വലിയ വർഗീയതയ്ക്കെതിരെ വലിയ സംസാരിക്കുന്ന, RSS വൽക്കരണത്തിനെതിരെ സംസാരിക്കുന്ന SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന ഈ ജില്ലയിൽ, ഈ സ്കൂളിൽ ഇത്രയും വലിയൊരു BJP നേതാവിനെ, BJP ജില്ലാ സെക്രട്ടറിയുടെ കാല് സാധാരണപ്പെട്ട കുഞ്ഞു മക്കളെ കൊണ്ട് കഴുകിപ്പിച്ചിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനോ ഒരു സമരം നടത്താനോ SFIക്കാർ ഇവിടെ കടന്നു വന്നിട്ടില്ല. അപ്പോൾ അവരുടെ ഇത്തരത്തിലുള്ള ചീഞ്ഞു നാറിയ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം അവസാനിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് പറയുകയാണ്. കേരളത്തിന്റെ ഒരു ക്യാമ്പസുകളെയും ഇവിടെ വർഗീയവൽക്കരിക്കാൻ, RSS വൽക്കരിക്കാൻ KSU അനുവദിക്കില്ല. ഇന്നിവിടെ കണ്ടത് ഒരു സൂചനാ സമരം മാത്രമാണ്. തുടർച്ചയായിട്ടുള്ള വലിയ സമരങ്ങളുമായിട്ട് ഇത്തരത്തിലുള്ള RSSന്റെ പ്രവർത്തകർക്കെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടമായി പോലീസ് ഈ CPIയുടെ തന്നെ സമന്വിതനായ നേതാവ് ഒരിക്കൽ പറഞ്ഞത് നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കേരള പോലീസിൽ വലിയ രീതിയിലേക്കുള്ള RSSകാർ പ്രവർത്തിക്കുന്നുണ്ട്, RSSന്റെ ഏജന്റുകൾ കേരള പോലീസിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചന തന്നെയാണ് ഇന്നിവിടെ കണ്ടത്. ഇവിടെ വലിയ രീതിയിൽ, മാന്യമായ രീതിയിൽ സമരം നടത്തിയ ഞങ്ങളുടെ പ്രവർത്തകരെ വലിച്ചിഴയ്ക്കുന്ന തരത്തിൽ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളെ പിച്ചുന്ന തരത്തിലേക്ക് ഇവിടുത്തെ കേരള പോലീസ് മുന്നോട്ട് പോകുന്നു. ഇവർ RSSന് വേണ്ടി വിടുപണി ചെയ്യുകയാണ്. അത് അവസാനിപ്പിക്കണമെന്ന് KSU പറയുകയാണ്. ഇല്ലെങ്കിൽ കേരള പോലീസിലെ കാക്കി ധരിച്ച ഇവിടെ RSSകാരെ കൂടി ഞങ്ങൾ നേരിടുമെന്ന് കൂടി KSU പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് RSSനെതിരെയുള്ള ഈ സമര പോരാട്ടമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു കുഞ്ഞു മക്കളെ കൊണ്ടും ഒരു BJPക്കാരൻ്റെ കാല് കഴുകിപ്പിക്കേണ്ട യാതൊരു സാഹചര്യം നിലവിലില്ല. അതിനിവിടുത്തെ സർക്കാർ കുട പിടിക്കരുത് എന്ന് മാത്രമാണ് KSUവിന് പറയാനുള്ളൂ. ഇടപ്പോൾ വിവേകാനന്ദ വിദ്യാപീഠം സ്കൂളിലേക്കാണ് ഇന്ന് KSU പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയത്. ഇപ്പോൾ പ്രതിഷേധ സമരം നടത്തിയ KSU പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.